അവിടെ സുഖല്ലേ? ദേവിജി, ജ്യോതി, ദേ അമ്മയുടെ അടുത്ത് നിന്റെ കുറുമ്പൊന്നും കാട്ടരുത് കേട്ടോ. നിർമ്മല ആന്റി, എന്നും ഞാൻ ഓർക്കാറുണ്ട്, ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി എല്ലാരും ഉണ്ട് കൂടെ. സങ്കടപ്പെടണ്ട, ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഹലോ, എന്താണ് വിശക്കുന്നമ്മ? ഇങ്ങോട്ട് വരുന്നത് കാരണം വഴിക്കൊന്നും കഴിച്ചില്ല ഞാൻ. ദോശയുണ്ട് എനിക്ക് തരാൻ? ഉണ്ടാക്കിത്തരാം, ഇപ്പൊ ഉണ്ടാക്കിത്തരാം. ഉത്തരെ ഒരു 5 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം. ഞാൻ കഴിച്ചിട്ടാ വന്നത്. അമ്മയുടെ ദോശയെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് പട്ടിണി ഇരുന്നത് ജ്യോതിയാ. ഉണ്ടാക്കി കൊടുത്തോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. മദ്രാസ് ഫ്ലൈറ്റിന് ഇനി 1 മണിക്കൂർ സമയമുണ്ട്. ഇപ്പൊ തന്നെ പോവാണോ? ഇവിടെ നിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റില്ല, തിരക്ക. പോയേ പറ്റൂ. അല്ല, ഡോക്ടർ ദോശ ഉണ്ടാക്കുന്നില്ലേ? ജ്യോതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആകും. പിന്നെ അത് മാത്രം പോരാ, ഇന്നിവളുടെ പിറന്നാളാ. ഉച്ചയ്ക്ക് 2 തരം പായസം അടക്കം സദ്യ തന്നെ വേണം. പിന്നെ ചിക്കൻ ഫ്രൈ അല്ലേ മോളെ? യെസ്. അപ്പോ മദ്രാസ് ഫ്ലൈറ്റിന് പോണെന്ന് പറഞ്ഞത്? പോണം, പോയേ പറ്റൂ. പക്ഷേ മടക്കം തനിച്ച. എന്റെ മോളെ ഞാൻ അവളുടെ ഡോക്ടർ അമ്മയെ തിരിച്ചേൽപ്പിക്കുക. ഉത്തരി എന്താ പറഞ്ഞേ? അതെ ഡോക്ടർ, രക്തബന്ധം കൊണ്ട് മാത്രം ഒരു പെണ്ണമ്മയാവില്ല. കയ്യിലെടുത്ത നിമിഷം മുതൽ അവളുടെ വളർച്ചയുടെ ഓരോ നിമിഷത്തിലും കൂടെ ഉണ്ടാവണം, എന്നാലേ മാതൃത്വം പൂർണ്ണമാകൂ. അങ്ങനെ നോക്കുമ്പോ എന്നേക്കാൾ അർഹത ജ്യോതിയുടെ ഡോക്ടർ അമ്മയ്ക്ക് തന്നെ. ചെയ്ത തെറ്റ് തിരുത്തഞ്ഞ ഇവളെന്റെ മനസ്സ്. ഇത് ഞാൻ ഇവിടെ ഏൽപ്പിക്കുക. അവളുടെ സന്തോഷം തന്നെ എനിക്ക് വലുത്. അതവൾക്ക് ഇവിടെ ആവോളം കിട്ടും. ഇനി ഞാൻ നിൽക്കുന്നില്ല, ഇറങ്ങാം. ഡോക്ടറുടെ നല്ല മനസ്സിന്റെ നിങ്ങൾ ചെയ്ത പുണ്യപ്രവൃത്തികളുടെ ഫലം. പിറന്നാൾ ദിവസം തന്നെ ജ്യോതി നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ? സന്തോഷായില്ലേ? തീർച്ചയായും. ജ്യോതിയെ മാത്രമല്ലല്ലോ, ബെല്ലെ തിരിച്ചു കിട്ടിയില്ലേ? എന്റെ ഗോപുവിന്റെ സ്ഥാനത്ത് കണ്ട് സ്നേഹിച്ചതാ ഇവിടെ ഞാൻ. ബെല്ലെ തിരിച്ചു വന്നപ്പോ നമുക്ക് മക്കള് വീണ്ടും 3 അല്ലേ ഹരിയേട്ടാ? അതെ. ഇതെന്താ പോലീസ്? ഞാൻ വിളിച്ചിട്ട് അവര് വന്നത്. മോളെ, മമ്മ എന്നോട് ക്ഷമിക്കണം. കളങ്കമില്ലാത്ത മനസ്സുണ്ടെങ്കിലേ സമാധാനമായ ഒരു ജീവിതം ഉണ്ടാവൂ. ചെയ്തു പോയ മഹാപാപങ്ങൾ എനിക്കൊരിക്കലും സ്വസ്ഥത വരില്ല. അതിന്റെ ശിക്ഷ
ഞാൻ ഏറ്റുവാങ്ങണം, അത് അനുഭവിക്കണം. അത് കഴിഞ്ഞ് ആയുസ് ബാക്കിയുണ്ടെങ്കിൽ എന്റെ മമ്മയോടും നിങ്ങളോടൊക്കെ ഒത്ത് ഒരുപാട് കാലം എനിക്ക് സന്തോഷമായി കഴിയണം. ദേവു, എന്റെ അമ്മയുടെ മാനസപുത്രി നീയാ. ഞാൻ തിരിച്ചു വരുന്നത് വരെ എന്റെ മമ്മയെ ഞാൻ നിന്നെ ഏൽപ്പിക്കുക. ഇനി ഒരു തിരിച്ചുവരവുണ്ടെങ്കിൽ നിന്നെ പോലെ അവൻ ഞാൻ ശ്രമിക്കും. ഈ മാറ്റം ആത്മാർത്ഥമാണെങ്കിൽ കോടതിക്ക് ഇത് ബോധ്യമായാൽ തെറ്റിരുത്താൻ ഒരവസരം തന്നേക്കും. ഏറിയാൽ 2-3 കൊല്ലം. അത് കഴിഞ്ഞ് തിരിച്ചു വരാം ഒരു പുതിയ ബെല്ലയായിട്ട്. കമാ ടേക്ക് ഇറ്റ്. അമ്മ